എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചു. കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോഴിയുടെ കെയറിങ്ങിനെ പറ്റിയുള്ളൊരു വീഡിയോ ചെയ്യണമെന്ന്. കോഴിയുടെ കെയറിങ് എന്ന് പറയുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്താണ്. ഇപ്പോൾ അത്രയും ചെയ്യാനുള്ളൊരു സാവകാശം എങ്ങനെയൊക്കെ നോക്കിയിട്ടും കിട്ടുന്നില്ല. ഇപ്പം എന്തായാലും കോഴിയുടെ ഒരു അസുഖത്തെ പറ്റിയൊരു വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതൊരു അസുഖമല്ല, സിംറ്റംസാണ്. അതായത് ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരുപാട് നാളായിട്ട് അവർ വളർത്തിക്കൊണ്ടിരുന്ന കോഴി പെട്ടെന്നൊരു ദിവസം വെള്ളം എല്ലാം കൂടെ കലങ്ങി ഒരു ഫിഷിൻ്റെ ദേഹത്ത് മൊത്തം കഞ്ഞിവെള്ളം വീണതുപോലെ ഒരു പാട പോലെ ദേഹം മൊത്തമായിട്ട് ഫിഷ് മെല്ലെ മെല്ലെ ഓരോന്നായിട്ട് ചത്തുപോയിട്ട് ഫുൾ പോണ്ട് വരെ ക്രാഷായ കാര്യങ്ങൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അതിന് ശേഷമാണ് നമ്മുടെ അടുത്ത് ഫിഷ് വാങ്ങാൻ വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കേസുകൾ ഇവർ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇത് ഞങ്ങൾക്ക് ഒരുപാട് പ്രാവശ്യം സംഭവിച്ചിട്ടുള്ളതാണ്. എനിക്ക് തന്നെ ഒരുപാട് പ്രാവശ്യം സംഭവിച്ചതിന് ശേഷമാണ് എൻ്റെ കാര്യം പിടികിട്ടിയിട്ട് അതിൻ്റെ റെക്ടിഫിക്കേഷൻ എന്താണെന്നുള്ളത്, അഥവാ സൊല്യൂഷൻ എന്താണ്, ഇതിനുള്ളൊരു പോംവഴി എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചത്. അപ്പോൾ നമ്മൾ ഈ ഫിഷിൻ്റെ സിംറ്റംസ് ഞാൻ ആദ്യം പറയാം. ഫിഷ് എല്ലാം ലത്താർജിക് ആയിരിക്കും. അതായത് ഭയങ്കര മടി പിടിച്ച് അടിയിൽ പോയി ഒരു സൈഡ് കൂടിയിരിക്കും. അത് ഈ ഒരു സിംറ്റം വേറെ അസുഖങ്ങൾക്കും വരാറുണ്ട്. പക്ഷേ മെയിനായിട്ട് ഇതാണ്, ഈ ഒരു ഇതുണ്ടാവും. അതിനുശേഷം ഫിഷിൻ്റെ ദേഹം മൊത്തം ഒരുമാതിരി കഞ്ഞിപ്പാട പോലെ, എന്താ, ഒരു മങ്ങൽ പോലെ, ഒരു ഫംഗസ് പിടിച്ച പോലെ, അല്ലെങ്കിൽ ഒരു പാട പോലെ ഇങ്ങനെ ഉണ്ടാകും. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഫിഷിൻ്റെ കളർ അതല്ല. ഫിഷിൻ്റെ കളർ ഡള്ളായതുപോലെ ആയിരിക്കും നമുക്ക് ആദ്യം തോന്നുന്നത്. പക്ഷേ ക്ലോസർ ലുക്കിൽ നമുക്ക് മനസ്സിലാവും ദേഹത്തൊരു പാട പോലെ. അത് സ്ലൈം കട്ടിയാവുന്നതാണ്. ഫിഷിൻ്റെ ഹെൽത്ത് മോശമാകുമ്പോഴാണ് ആ സ്ലൈമും കട്ടിയാവുന്നത്, അഥവാ ഒരുമാതിരി പാട പോലെ ആവുന്നത്. അത് ഫിഷിൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇതിൻ്റെ കാരണം ഇനി പറയാം. ഇങ്ങനെ വരുന്ന ഫിഷ് ഫുഡ് എടുക്കാതെയൊക്കെ ആവും. ഇതിനെല്ലാം കാരണം ഫിൽറ്ററാണ്. ഫിൽട്രേഷൻ ഉള്ളവർക്കായിരിക്കും അധികവും ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഫിൽട്രേഷൻ ഇല്ലാത്തവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പ്രശ്നം കുറവുമായിരിക്കും. ഫിൽട്രേഷൻ ഉള്ളവർക്ക് അവർ ഫിൽറ്റർ വൃത്തിയാക്കാതിരിക്കുമ്പോൾ, കുറേ നാൾ ഉപയോഗിച്ചിട്ടും ഫിൽറ്റർ വൃത്തിയാക്കാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൽ സൈക്കിള് ക്രാഷ് ആകുമ്പോഴൊക്കെയാണ് ഇതുണ്ടാകുന്നത്. ഇതിന് ചെയ്യേണ്ട പോംവഴി എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു ഫിഷിനെ നമ്മൾ എന്നും ഡെയിലി നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക. ചുമ്മാ ഫീഡ് ഇട്ട് കൊടുത്തിട്ട് ഓടാൻ നിൽക്കാതെ ഫിഷ് ഫീഡ് കഴിക്കുന്നുണ്ടോ, ഫിഷ് ഓൺ ആൻ ആവറേജ് ഫിഷ് ഫീഡ് കഴിക്കാൻ എത്ര സമയം എടുക്കുന്നുണ്ട്, ഇതൊക്കെ നോക്കുക. ഡെയിലി റൊട്ടീനിൽ നിന്ന് എന്തെങ്കിലും ഒരു ചേഞ്ച് വരികയാണെങ്കിൽ നമ്മൾ നോക്കുക, എന്താണ് അതിനുള്ള കാരണം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കുക. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഫിൽട്രേഷൻ നമ്മളൊന്ന് വൃത്തിയാക്കുക. ഫിൽട്രേഷൻ വൃത്തിയാക്കുക എന്ന് പറയുമ്പോൾ ഫിൽറ്റർ മൊത്തം, ഇപ്പോൾ ഇതുപോലത്തെ സൺസണിൻ്റെ ഫിൽറ്റേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇത് മൊത്തം അഴിക്കുമ്പോൾ സൂക്ഷിക്കുക. തിരിച്ച് ഫിറ്റ് ചെയ്യാനും കൂടെ ഉള്ള രീതിക്ക് വേണം നമ്മൾ ചെയ്യാൻ. അഴിക്കുമ്പോൾ എല്ലാം സൂക്ഷിച്ചഴിക്കുക. അഴിക്കുന്ന പാർട്സ് എല്ലാം കറക്റ്റായിട്ട് മാറ്റി വയ്ക്കുക. അഴിക്കുന്ന ഉടനെ വെള്ളത്തിൻ്റെ നല്ല പ്രഷർ വേണം. അപ്പോൾ വെള്ളം ആദ്യം കുറച്ച് ഫ്ലോ ചെയ്ത് പോകാൻ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മെല്ലെ ഇത് പൊക്കിയെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ വെയിറ്റ് കാണും. ഒരുപാട് പെട്ടെന്ന് നമ്മളങ്ങ് പൊക്കിയെടുത്ത് കഴിഞ്ഞാൽ അടിയിലുള്ള സ്ക്രൂസ് എല്ലാം ചിലപ്പോൾ ഒടിഞ്ഞു വരാൻ സാധ്യതയുണ്ട്. അപ്പം മെല്ലെ എടുത്ത് പൊക്കിയതിന് ശേഷം ആ സ്പോഞ്ചെല്ലാം ഊരി മാറ്റി, ഏത് ഓർഡറിലാണ് മാറ്റിയതെന്നുള്ളത് നോക്കുക. മിക്കവാറും ഇങ്ങനത്തെ കേസുകളിൽ സ്പോഞ്ച് കീറിപ്പോകുന്നൊരു കേസും കൂടെ ഉണ്ടാവും. അതുകൊണ്ട് അത് നോക്കുക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സ്പോഞ്ച് റീപ്ലേസ് ചെയ്യാനും കൂടെ ഉള്ളത് നോക്കുക. സ്പോഞ്ച് മാത്രമായിട്ട് നമുക്ക് റീപ്ലേസ്മെൻറ്റ് വാങ്ങിക്കാൻ കിട്ടും. ആർക്കെങ്കിലും അടുത്തുള്ള കടകളിലും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയാം, നമുക്ക് നോക്കാം, ഞാൻ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഈ ഫിൽറ്ററിൻ്റെ സ്പോഞ്ച് ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ചെയ്യുന്നത് പ്രഷർ വാഷർ വെച്ച് അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രഷറിൽ വെള്ളം അടിച്ച് ഉള്ളു സ്പോഞ്ച് കഴുകുക, അല്ലെന്നുണ്ടെങ്കിൽ ഞെക്കി പിഴിഞ്ഞ് കഴുകുക. നമ്മൾ തുണി കഴുകും പോലെ സാധാ വെള്ളത്തിൽ പറ്റുകയാണെങ്കിൽ വേറൊരു ടാങ്കിൽ നിന്ന്, നമ്മുടെ ഇനി ഈ ടാങ്കിലെ വെള്ളം കൊള്ളത്തില്ല, അപ്പോൾ വേറൊരു ടാങ്കിൽ നിന്ന് വെള്ളം എടുത്തിട്ട് അതിൽ തന്നെ ആയാലും കഴുകി ആ സ്പോഞ്ചുകളെല്ലാം വൃത്തിയാക്കുക. പിന്നെ ഫിൽറ്ററിൻ്റെ ഉള്ളു മൊത്തം ഒന്ന് തേച്ചൊരച്ച് കഴുകുക. അതിലൊക്കെ ഒരു അഴുക്കുകളും പാടകളും ഒക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടായിരിക്കും. കാരണം ഒരുപാട് നാൾ ക്ലീൻ ചെയ്തിരിക്കുന്ന ഫിൽറ്റർ ആകുമ്പോൾ അത് സ്വാഭാവികമാണ്. അപ്പോൾ ഫിൽറ്ററിൻ്റെ അകം മൊത്തം ക്ലീൻ ചെയ്തതിന് ശേഷം ഫിൽറ്ററെല്ലാം തിരിച്ച് റീഅസംബിൾ ചെയ്യുക. എന്നിട്ട് ഫിൽറ്റർ റൺ ചെയ്ത് തുടങ്ങാൻ പാടില്ല, വെള്ളവും കൂടെ വറ്റിക്കണം. ആ ടാങ്കിൽ ഇപ്പോൾ എന്ത് വെള്ളമുണ്ടോ ആ വെള്ളം മൊത്തം കളഞ്ഞിട്ട് നല്ല വെള്ളം തിരിച്ച് കയറ്റണം. ഫിഷിനെ വേറൊന്നും ചെയ്ത് ഫിഷിനെ ഇത് കണ്ടെന്നും പറഞ്ഞ് ഫിഷിനെ എടുത്ത് മാറ്റാനോ ഫിഷിനെ വേറെ സ്ട്രെസ്സുകളൊന്നിലും എത്തിക്കാൻ പാടില്ല.
ടാങ്കിൽ ഒരു 95% വെള്ളം ഡൗൺ ആക്കിയതിന് ശേഷം അത്രയും വെള്ളം തിരിച്ച് കയറ്റുക, എന്നിട്ട് ഫിൽറ്റർ റൺ ചെയ്ത് തുടങ്ങുക. എന്നിട്ട് ഇത്രയും ഇതായതാണ്. അതുകൊണ്ട് നന്നായിട്ട് കല്ലുപ്പിട്ട് കൊടുക്കുക. റോക്ക് സോൾട്ട് വാങ്ങിച്ച് ടാങ്കിലിട്ട് കൊടുക്കുക. അത് ഡോസേജ് ഉണ്ട്. ഞാനൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ 1000 ലിറ്ററിൻ്റെ ടാങ്കിന് ഒരു 3/4 ഭാഗം വെള്ളമായിരിക്കും എപ്പോഴും ഞാൻ നിറച്ചിട്ടേക്കുന്നത്. അപ്പോൾ ഒരു 700-750 ലിറ്റർ വെള്ളം എങ്ങനെ പോയാലും കാണും. അതിൽ ഞാൻ 1 കിലോയാണ് ആഡ് ചെയ്യുന്നത്. 1000-ന് 1 കിലോ മതി, പക്ഷേ ഇച്ചിരി കൂടെ ഞാൻ കോൺസെൻട്രേഷൻ കൂട്ടിയിടും, കാരണം ഫിഷ് അസുഖമായിരുന്നു. ഈ ടാങ്കിൽ ഈ ഫിഷുകളെല്ലാം കൂടെ കിടന്നിരുന്ന ഈ ഒരു ഇതിൽ തന്നെയായിരുന്നു പ്രശ്നമെല്ലാം ഉണ്ടായത്. ലോസ് എന്ന് പറയാൻ തീരെ ചെറിയ ഫിഷുകളിലൊരു 5-6 ഫിഷ് പോയി. അത് ആ സമയത്താണ് ഞാൻ നോട്ടീസ് ചെയ്തത്. പിന്നെ നോക്കിയിട്ട് ഫിൽട്രേഷനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ച സമയത്ത് സ്പോഞ്ച് തിരിച്ച് അടുക്കിയത് ശരിയാവാതെ വന്നിട്ട് വേസ്റ്റ് എല്ലാം തിരിച്ച് ഇതിൽ വീഴുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിൽ നിന്നൊരു സ്പോഞ്ച് എടുത്ത് ഇതിലോട്ട് മാറ്റിയിട്ടിട്ട് ഇതിൽ കിടന്ന സ്പോഞ്ച് തിരിച്ചെടുത്ത് ഇതിലോട്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഞാനത് ശരിയാക്കിയെടുത്തത്. എന്നിട്ട് വെള്ളം കയറ്റി ഉപ്പ് ഇട്ടിട്ട് ഒരു 2-3 ദിവസം റൺ ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് ഈ സിംറ്റംസ് മാറി വരുന്നത് വരെ ഞാൻ വാട്ടർ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരുന്നു. ഒരു 4-5 ദിവസം ചെയ്യേണ്ടി വന്നു. അതിനുള്ളിൽ നമുക്ക് ഫിഷുകളെല്ലാം ഒരുവിധം ആക്റ്റീവായി തുടങ്ങി നമുക്ക് കാണാൻ പറ്റും. ഒരു 2 ദിവസം കൊണ്ട് തന്നെ ഫിഷ് കുറച്ചുകൂടെയൊക്കെ ഒന്ന് ബെറ്റർ ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇതെൻ്റെ എക്സ്പീരിയൻസാണ് പറയുന്നത്. ചിലപ്പോൾ വേറെ ആർക്കെങ്കിലും വേറൊരു അഭിപ്രായം കാണാം, അവർക്ക് വേറൊരു മെത്തേഡ് കാണാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിപ്പോൾ എനിക്ക് വർക്കൗട്ടായത് കാര്യമാണ് പറഞ്ഞു തന്നത്. അപ്പോൾ ഇത് ആർക്കെങ്കിലും ഇപ്പോൾ ഈ പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇനി ഫേസ് ചെയ്യുന്നുണ്ട്, ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വർക്കാവുകയാണെങ്കിൽ ഞങ്ങളോട് പറയുക. ഇങ്ങനെ ഇത് ചെയ്തതിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ബൈ.